ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കോഴിമുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണുപ്പില്ലാത്ത കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 കപ്പ് മൈദമാവാണ്. ഓൾ പർപ്പസ് ഫ്ലോറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1.5 കപ്പ് പാലും, സാധാരണ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചൂടാക്കിയ പാലല്ല, ആ തണുത്ത പാല് തന്നെ ഒരു 1.5 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ച് നമുക്കിതിലേക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള പീസ് നമ്മൾ ഫ്രൈ ചെയ്ത് അതിനെ കൈകൊണ്ട് പിച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള എണ്ണയാണ് ഉള്ളത്. ഇതിലേക്ക് ഒരു 2 സവാളയും ഒരു 2-3 പച്ചമുളകും ചെറുതായിട്ട് വെട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ പാട്ട് ഞാൻ എടുത്തില്ല, കാരണം എല്ലാവരും നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്യുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും പെരുജീരകവും മഞ്ഞളും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ അതിനെ അങ്ങ് കൈകൊണ്ട് പിച്ചി അങ്ങ് എടുത്താലും മതിയാകും. അപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വന്ന നേരത്തെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ട് വേഗം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വളരെ എളുപ്പമാണ്. വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് പിച്ചി വെച്ചിരിക്കുന്നതിന് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സാധാരണ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ബോൺലെസ് ആയിട്ടുള്ള പാർട്ട് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വൈകുന്നേരം നല്ലൊരു അടിപൊളി സ്നാക്കായിട്ട് നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഈ ഒരു മസാലയൊക്കെ ആ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് പോലെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പാകമാകുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണം നമുക്ക് ബാറ്ററിനെ സെറ്റ് ചെയ്തെടുക്കുന്ന മെയിനായിട്ടുള്ള നമ്മളുടെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും 1/3 ഭാഗം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോൾ ഇത് ഏകദേശം ഈ ഒരു രീതിയിലുണ്ടാകും. നമ്മളുടെ പിസയുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ, കാണുമ്പോൾ ഒരു ഇറ്റാലിയൻ ഡിഷൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ബാറ്റർ എന്ന് പറയുന്നതും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റഫിങ്ങിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മളുടെ ഈ ബാറ്ററിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഏകദേശവും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഈ ഒരു പാട്ടെത്തുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും അതിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന പോലെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഭംഗിയുണ്ടല്ലേ നമ്മളുടെ സ്നാക്ക് കാണാനായിട്ട്. ഇറാനി പോള എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഞാൻ അത് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പല രീതിയിലുണ്ടാക്കും. ഇത് നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 കോഴിമുട്ട നമ്മൾ പുഴുങ്ങി അതിനെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതിനെ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. ഓരോരോ പീസായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല, ഈ ഒരു റെസിപ്പി ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. 2 3 നിങ്ങൾക്കിത് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ പ്രത്യേകിച്ചും അങ്ങനെ അളവൊന്നുമില്ല. ഇനിയിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് സ്കിപ്പ് ചെയ്താലും മതി. അപ്പം നമ്മളിതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ഗ്യാസ് ഓൺ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ ബാക്കി ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആദ്യം നമ്മൾ കുറച്ച് അളവിലാണ് ബാറ്റർ ഒഴിച്ചത്. ബാക്കി ഉണ്ടായിരുന്ന ബാറ്റർ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന സ്റ്റഫിങ്ങിൻ്റെ ആ ഒരു കുറച്ച് പോർഷൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഓരോ പീസ് കടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ചിക്കൻ്റെ ബൈറ്റ് നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർണിഷിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്സിക്കം മുറിച്ചതിൻ്റെ കുറച്ച് പോർഷൻസ് ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബെൽ പെപ്പർ നിങ്ങൾക്ക് കളറൊക്കെ നല്ല കളർഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ അതിനെ അങ്ങ് സ്കിപ്പ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ പിന്നെയും ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് ആ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഇതിനുള്ള ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നതിന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റെസിപ്പി ചെയ്യാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഒരു ഉള്ളുള്ള ഈ ഒരു രീതിയിലുള്ളത്, കുറച്ചുകൂടി ഉള്ളുള്ള പാത്രമാണെങ്കിലും കുഴപ്പമില്ല. വേറെ പാത്രങ്ങളിൽ ചെയ്താൽ നിങ്ങൾക്ക് അത് മറിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ വിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമ്മളിതിനെ അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തു. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുക്കായി എന്നുള്ളത്. നമ്മൾ ആ ഒരു പാനിനെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ദോശ തവയിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇനി നമുക്കിതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഈസി ആയിട്ട് അത് പൊട്ടാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഇറാനി പോള ചെയ്തെടുക്കാൻ പറ്റും. ചെയ്യാൻ ഈസിയാണ്. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ നല്ലതുപോലെ എടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസൊക്കെ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫുള്ളാവും കേട്ടോ. കാരണം ചിക്കനും മുട്ടയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു മിക്സും ഒക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു തൃപ്തിയോടെ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി വീഡിയോ കുറേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരെല്ലാവരും ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പം നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, നമ്മൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെയുണ്ട്. ഇത് കടിച്ച് അങ്ങനെ കഴിക്കുമ്പോഴും എല്ലാ ഭാഗത്തും ആ ഒരു ബൈറ്റ് കിട്ടും. നല്ലൊരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.